റോസിൻ്റെ കോൺടാക്റ്റ് നമ്പർ കയ്യിലില്ലെങ്കിലും അവളിപ്പോൾ എവിടെയാണ് ജോലി ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ അവൾ വിവാഹം കഴിച്ചിട്ടില്ല എങ്കിൽ ഒരിക്കൽ കൂടി അവളെ കണ്ടുമുട്ടി ശരിക്കും അവൾ എന്തിനാണ് അന്ന് എന്നെ ഒഴിവാക്കിയതെന്ന് ചോദിക്കണം. ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും പറയുന്നു. താൻ വിശ്വസിച്ച റോസ് എന്ന പെൺകുട്ടിക്ക് ഒരിക്കലും തന്നെ ചതിക്കാൻ കഴിയില്ല. മറ്റെന്തോ കാരണം കൊണ്ടാണ് അവൾ തന്നെ ഒഴിവാക്കിയത്. പക്ഷെ അത് തുറന്നു പറയാനുള്ള മനസ്സ് അവൾ കാണിക്കാത്തത് കൊണ്ടാണ് തനിക്ക് അവളോട് വെറുപ്പും ദേഷ്യം തോന്നിയത്. ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും ഒരുമിച്ച് നേരിടണമെന്ന് ആ പെണ്ണിനോട് 100 പ്രാവശ്യം ഞാൻ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. അവൾ ഒറ്റയ്ക്കല്ല, കൂടെ ഞാനുണ്ട്, നമുക്ക് ഒരുമിച്ച് സോൾവ് ചെയ്യാമെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെയും എന്ത് പ്രശ്നമുണ്ടായിട്ടാണ് അവൾ അങ്ങനെ ഒരു കള്ളത്തരം പറഞ്ഞ് എന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചത്? തൻ്റെ കൂടെ പഠിച്ച കോട്ടയം ജില്ലയിലുള്ള ഒരു ഡോക്ടറിൻ്റെ സഹായത്തോടെയാണ് ഇവരുടെ നഴ്സിംഗ് കോളേജിൽ നിന്നുള്ളവർക്ക് എവിടെയാണ് കോളേജ് പ്ലേസ്മെൻറ്റ് കൊടുത്തത് എന്ന് അന്വേഷിച്ചത്. അതിൽ നിന്നും വളരെ വ്യക്തമായി തന്നെ കണ്ടു റോസ് കോയമ്പത്തൂർ ആണുള്ളത് എന്ന്. പക്ഷേ അവൾ വിവാഹം കഴിച്ചു എന്ന കാര്യത്തിൽ ഉറപ്പില്ലാത്തതുകൊണ്ട് അശ്വതിയുടെ നമ്പർ തപ്പിപ്പിടിച്ച് ഞാൻ മെസ്സേജ് അയച്ചു. അശ്വതൻ്റെ കൂട്ടുകാരുടെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിച്ചുവെങ്കിലും തനിക്കത് കേൾക്കാൻ താല്പര്യമില്ല എന്നും അവൾ തന്നെ നേരിട്ട് പറയട്ടെ എന്നും പറഞ്ഞു. ഒരിക്കലും താൻ വിളിച്ച കാര്യം അവളെ അറിയിക്കരുതും എന്നും താൻ അശ്വതിയോട് പറഞ്ഞിരുന്നു. അശ്വതി റോസ് ഇപ്പോഴും വിവാഹം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ഉറപ്പിൽ മാത്രമാണ് താൻ ഇന്ന് കോയമ്പത്തൂർ വന്നിരിക്കുന്നത്. തനിക്ക് തന്നെ ഇപ്പോൾ 29 കഴിഞ്ഞു, 30 ആവാനായി. തന്നേക്കാൾ 2-3 വയസ്സ് മൂത്ത പെണ്ണാണ് റോസ്. 32 വയസ്സ് വരെ അവൾ കല്യാണം കഴിക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അവളുടെ ഉള്ളിൽ എവിടെയോ ഞാനുണ്ട്. പക്ഷെ നിന്റെ പിന്നാലെ നടന്ന് എന്നെ കെട്ടാൻ ഞാൻ പറയില്ല റോസേ. നീ തന്നെ ഇങ്ങോട്ട് വരും, എൻ്റെ കാലിൽ വന്ന് കെഞ്ചും. അതുവരെ നിന്നെ ഇട്ട് ഞാൻ വട്ടം കറക്കും. എന്നിട്ട് അവസാനം നിന്നെ അങ്ങ് കൊണ്ടുപോകും മലപ്പുറത്തേക്ക്. ഇതെൻ്റെ വാശിയാ, അമീർ മനസ്സിൽ ഉറപ്പിച്ചു. അപ്പോഴേക്കും ഉച്ചയ്ക്ക് ശേഷം റോസിന് പകരം വേറെ സിസ്റ്റർ വന്നിരുന്നു. അവളെ കാണാത്തത് കൊണ്ട് തന്നെ അവൻ്റെ പകുതി മൂഡ് പോയി. താല്പര്യമില്ലെങ്കിൽ പോലും പുതിയ സിസ്റ്ററിനോട് ഒരു ചിരി നൽകി. അടുത്ത സെക്ഷൻ OP ചെക്ക് ചെയ്യാൻ തുടങ്ങി. രാത്രി ഫ്ലാറ്റിൽ എല്ലാം ജാനിയുടെ അടുത്ത് പറയുകയാണ് റോസ്. ചേച്ചി ഇനി വല്ല പ്രതികാരദാഹിയായി തിരിച്ചു വന്നതാണോ? സിനിമയിൽ കാണുന്ന പോലെ ആസിഡ് വല്ലതും ഒഴിക്കാൻ, അല്ലെങ്കിൽ കത്തിയെടുത്ത് കുത്തിക്കൊല്ലാൻ? ജാനി ആലോചനയോടെ പറഞ്ഞു. റോസ് അത് കേട്ട് ചെറുതായി ഒന്ന് പേടിച്ചു. ഇനി അതിനാവുമോ? അവൾ പേടിയോടെ ചോദിച്ചു. ചേച്ചി ഇനി അമ്മി ഡോക്ടറെ അസിസ്റ്റന്റ് ചെയ്യണ്ട, അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പേടിയോടെ ജാനി പറഞ്ഞതും റോസിൻ്റെ ഉള്ളിലും അങ്ങനെ ഒരു ചിന്ത വന്നു. 10 വർഷം കഴിഞ്ഞും ഇതെല്ലാം എടുത്ത് പറഞ്ഞു തന്നെ ബുദ്ധിമുട്ടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പക മാത്രമേ ഉള്ളൂ, അല്ലാതെ സ്നേഹമില്ല. അമ്മി അങ്ങനെ ചെയ്യൂ? ന്യൂസ് പേപ്പറിൽ കാണുന്ന വാർത്തകളിൽ ആണുങ്ങൾ പ്രേമം നിരസിക്കുന്ന ചതിക്കുന്ന പെൺകുട്ടികളെല്ലാം ഇതുപോലെ കൊല്ലുന്നുണ്ട്. അമീറോ അതുപോലെ സൈക്കോ ആണോ? അന്നത്തെ രാത്രി അവളുടെ ഉറക്കം പോയി. പിറ്റേ ദിവസം രാവിലെ പതിവ് പോലെ ഒരുങ്ങിയിട്ട് തന്നെയാണ് അവൾ ക്യാബിനിൽ പോയത്. അപ്പോഴേക്കും അമീർ വരുന്നുണ്ടായിരുന്നുള്ളൂ. അവളെ കണ്ടതും ശത്രുവിനെ കണ്ട പോലെയാണ് അമീർ നോക്കിക്കൊണ്ട് ഉള്ളിൽ കയറിയത്. ഇന്ന് OP തിരക്കുണ്ടായിരുന്നില്ല. റോസ്ലിൻ അവൻ ഉറക്കെ വിളിച്ചതും പുറത്തു നിന്നുള്ളവൾ അകത്തേക്ക് കയറി. എനിക്ക് ആ ന്യൂമോണിയ പേഷ്യൻസ് കേസ് ഹിസ്റ്ററി കൊണ്ടുപോവാ, അവൻ പറഞ്ഞതും അവൾ വേഗം PDO ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ന്യൂമോണിയ കേസ് ഹിസ്റ്ററി എല്ലാം കൊണ്ടുവന്നു. ഫോളോ അപ്പ് കറക്റ്റ് ചെയ്യുന്നില്ലേ? അവൻ ചോദിച്ചു. ഉണ്ട് സാർ, അവൾ പറഞ്ഞു. എനിക്ക് തൻ്റെ ഹെൽപ്പ് വേണം. ഇന്ന് റൗണ്ട്സ് ഞാൻ വരുന്നില്ല, താൻ ഒറ്റയ്ക്ക് പോയിട്ട് വാ, ഡോക്ടർക്ക് വയ്യ എന്ന് പറ. അമ്മി പറഞ്ഞതും അവൾ കണ്ണുരുട്ടി. ഞാൻ ഒറ്റയ്ക്കോ? അവൾ ചോദിച്ചു. യെസ്, ഇന്ന് താൻ ഒറ്റയ്ക്ക് പോ. സീരിയസ് കേസ് ഒന്നുമില്ല, താൻ ജസ്റ്റ് ഒന്ന് നോർമലായി നോക്കിയാൽ മതി. പിന്നെ അവരുടെ ഡിസ്കംഫേർട്ടൊക്കെ ചോദിക്കണം. അവൻ ഓർഡർ ഇട്ടതും അവൾ മുഖം വീർപ്പിച്ചുകൊണ്ട് പോയി. അമീർ തലവേദന കാരണമാണ് പോകാതിരുന്നത്. കുറച്ചുനേരം അവൻ ടേബിളിൽ തലവെച്ച് കിടന്നു. ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞാണ് അവൾ വന്നത്. തലതാഴ്ത്തി ഉറങ്ങുന്നവനെ കണ്ടപ്പോൾ അവൾക്ക് പാവം തോന്നി. അവൾ പോലും അറിയാതെ അവൻ്റെ കട്ടിയുള്ള മുടിയിഴകളിൽ തലോടി. പെട്ടെന്ന് അവൻ അവളുടെ കയ്യിൽ പിടിച്ചു. ഉറക്ക ചടവോടെ കണ്ണു തുറന്നു. ഉച്ചയ്ക്ക് ശേഷം പേഷ്യൻസ് ബുക്കിംഗ് ഉണ്ടോ? അവൻ കണ്ണു തിരുമ്മിക്കൊണ്ട് ചോദിച്ചു. 2 പേരുണ്ട്, അവർ 3 PM ബുക്കിംഗ് ആണ്, അവൾ വെപ്രാളത്തിൽ പറഞ്ഞു. താനല്ല കേസ് ഹിസ്റ്ററി ഒന്ന് അറേഞ്ച് ചെയ്യും. ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് വരാം, എന്നിട്ട് ചെക്ക് ചെയ്തിട്ട് പറയാം. ഫോളോ അപ്പ് മതിയോ അതോ മെഡിസിൻ മാറ്റണോ എന്ന് പറയാം. ആമിർ ഗൗരവത്തിൽ പറഞ്ഞ് അവൻ്റെ ക്യാബിൻ്റെ പുറത്തായിട്ടുള്ള സ്റ്റാഫ് ടോയ്ലറ്റിൽ പോയി മുഖം കഴുകി തിരിച്ചു വന്നപ്പോൾ കണ്ടു വളരെ പക്വതയോടെ ഓരോന്ന് നോട്ട് ചെയ്ത് ചെയ്യുന്ന റോസിനെ. അവൻ കസാരയിലിരുന്നു. ഒരു ഗ്രീൻ ടീ കൊണ്ടുവാ, അവൻ ദേഷ്യത്തിൽ പറഞ്ഞു. ഞാൻ എന്തിനു കൊണ്ടുവരണം? അത് ക്യാൻറ്റീൻ നമ്പർ വിളിച്ചു പറഞ്ഞാൽ മതി, അവൾ പറഞ്ഞുകൊണ്ട് പണി തുടർന്നതും അവൻ അവളുടെ കൈ പിടിച്ചു വലിച്ചു. നിന്നോട് പറഞ്ഞത് ചെയ്താൽ മതി. എന്താ, എനിക്ക് ഗ്രീൻ ടീ ഉണ്ടാക്കി കൊണ്ടുവന്നാൽ നിന്റെ കയ്യിലെ വള ഊരിപ്പോകുമോ? അവൻ ദേഷ്യത്തിൽ മുരണ്ടു. അവൾക്ക് ജാനി പറഞ്ഞത് ഓർമ്മ വന്നു. വേഗം ഫയൽ നോക്കുന്നു നിർത്തി അവൾ ക്യാൻറ്റീനിലേക്ക് ഓടി.
തിരിച്ചു ദേഷ്യത്തോടെയാണ് അവൾ ആ ഗ്രീൻ ടീ ടേബിളിൽ വെച്ചത്. എന്താ നിന്റെ മുഖം ബോൾ പോലെ വീർത്തിരിക്കുന്നത്? നിനക്കും വേണമെങ്കിൽ ഒരു കപ്പ് ഓർഡർ ആക്കിക്കൂടെ? ലഞ്ച് കഴിക്കാൻ ഇപ്പോൾ ഒന്നും നിന്നെ ഞാൻ വിടില്ല, അവൻ കൂസലില്ലാതെ പറഞ്ഞു. ഞാൻ ഗ്രീൻ ടീ കുടിക്കാറില്ല, അവൾ പറഞ്ഞുകൊണ്ട് ഫയലിലേക്ക് നോക്കി. സ്റ്റിൽ കോഫി ലവറാണോ? ഉള്ള പഞ്ചസാര മുഴുവൻ തിന്നിട്ട് ഇനി ഡയബറ്റിക് ആവാൻ ഉദ്ദേശമുണ്ടോ? ആമിർ ചോദിച്ചപ്പോൾ അവളൊന്നും മിണ്ടിയില്ല. പകരം ഒരു കൂർത്ത നോട്ടം മാത്രം. അവൻ അവളുടെ നേരെ കസാര നീട്ടി പേഷ്യൻസ് ഇരിക്കുന്ന ചെയറിൽ അവളോട് ഇരിക്കാൻ പറഞ്ഞു. അവൾ മടിച്ചുകൊണ്ടിരുന്നു. ഓരോ കേസ് ഹിസ്റ്ററി സൂക്ഷ്മമായി നോക്കുകയാണ് അവൾ. അവൻ ടീ കുടിക്കുന്നുണ്ട് എങ്കിലും ശ്രദ്ധ മുഴുവനും അവളിലാണ്. തടി കൂടിയിരിക്കുന്നു ഉണ്ടപ്പക്രു, കവിളെല്ലാം ഇപ്പോൾ എനിക്ക് കടിച്ചെടുക്കാൻ പാകത്തിനുണ്ട്, അമീർ അവളുടെ കവിളിൽ നോക്കിക്കൊണ്ട് മനസ്സിൽ പറഞ്ഞു. അവളുടെ കണ്ണും മൂക്കും ചുണ്ടും എല്ലാം ഞാൻ എത്രയോ വട്ടം ചുംബിച്ചിരിക്കുന്നു. ഇവൾക്ക് ഇതൊന്നും മിസ് ചെയ്യുന്നില്ലേ? അഹങ്കാരി, അവൻ മനസ്സിൽ പറഞ്ഞു. കണ്ണുകൾ വീണ്ടും കഴുത്തിൽ നിന്ന് അവളുടെ ഉയർന്ന മാറിടവും സാരിയുടെ ഇടയിൽ കൂടെ കാണുന്ന ആ കൊഴുത്ത മടക്ക് വീണ വയറിലുമായി സഞ്ചരിച്ചു. ഉഫ്, അവനറിയാതെ പറഞ്ഞുപോയി. നോട്ടം വേഗം മാറ്റിക്കൊണ്ട് അവൻ ഫോണിൽ നോക്കാൻ ശ്രമിച്ചു. പക്ഷേ കണ്ണുകൾ വീണ്ടും അതേ സ്ഥാനത്തേക്കാണ് പോകുന്നത്. അവളുടെ കസാരയിലുള്ള ഇരിപ്പും അങ്ങനെയാണ്. അവളുടെ ശരീര സൗന്ദര്യം ആ ചെരിഞ്ഞിരിക്കുന്ന ഇരുത്തത്തിൽ തന്നെ കാണുന്നുണ്ട്. പ്രായം 30 റോസ് ഇപ്പോഴും പഴയ 20കാരി പോലെ തന്നെ. അവളിലൊരു മാറ്റം അവന് തോന്നിയില്ല. വെള്ളസാരി ഉടുത്ത് ഒരു മാലയെ കൊച്ചു പോലെയാണ് അവൾ. കുറച്ച് വണ്ണം വെച്ചതൊഴിച്ചാൽ ഒന്നും അവളിൽ മാറിയിട്ടില്ല. അവൻ ഒന്നുകൂടി മുഴുവനായി അവളെ ഒഴിഞ്ഞു നോക്കി. വേണ്ടാത്ത ഭാഗത്ത് കുറച്ചധികം നോക്കാൻ തോന്നി. ഒപ്പം പല മോശ ചിന്തകളും മനസ്സിൽ വന്നതും അമീർ തല ഒടിഞ്ഞു. ഒന്ന് കെട്ടിപ്പിടിച്ച് അവളെ ഞെരിച്ചുടയ്ക്കാൻ തോന്നുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഞാൻ ഉണ്ടാക്കിയെടുത്ത ബിൽഡപ്പ് ഒറ്റ നിമിഷം കൊണ്ട് പോവും. വേണ്ട, കൺട്രോൾ ചെയ്തേ പറ്റൂ, അമീർ സ്വയം മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു. തന്നെ അവൻ നോക്കി കൊതിവിടുന്നത് അറിയാതെ കാര്യമായി എന്തോ ചിന്തയിലാണ് റോസ്. പെൻ വായിൽ കടിച്ചുകൊണ്ട് എന്തോ ആലോചിക്കുന്ന അവളെ അവൻ നോക്കി. ജാനി പറഞ്ഞത് ആലോചിക്കുകയായിരുന്നു അവൾ. അവൻ തന്നെ എങ്ങനെയാവും ആക്രമിക്കൂ അവൾ ചിന്തിച്ചു. ആസിഡാവുമോ അതോ കത്തിയോ? അത് കണ്ട് അവൻ ദേഷ്യത്തിൽ അവളുടെ തലയിൽ ഒരു കൊട്ടു കൊടുത്തു. വിശക്കുന്നുണ്ടെങ്കിൽ ഭക്ഷണം തിന്നണം, അല്ലാതെ പെൻ വായിലിട്ട് ചവയ്ക്കരുത്, അവൻ ഗൗരവത്തിൽ പറഞ്ഞപ്പോൾ അവൾ വേദനയോടെ തലയൊഴിഞ്ഞു. ഒപ്പം അവൻ തന്നെ തലയിടിച്ചു കൊല്ലുമോ എന്നും അവൾ പേടിച്ചു. അവൻ ചെറുതായി തലയിൽ കൊട്ടിയതാണെങ്കിലും അവൻ്റെ ചിമ്മം കൈ കൊണ്ട് കിട്ടിയപ്പോൾ റോസിൻ്റെ തലവേദനിച്ചു. അവളുടെ കണ്ണു നിറഞ്ഞു. ഭയത്തോടെ അവനെ നോക്കി. ഞാൻ എന്താ നിന്നെ കൊല്ലാൻ പോകുന്ന പോലെയാണല്ലോ നീ നോക്കുന്നത്? അമീർ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിച്ചു. തൻ്റെ മനസ്സിലുള്ളത് അവൻ പറഞ്ഞ ചിന്തയിലായിരുന്നു അവൾ. എന്നെ കൊല്ലാനുള്ള പകയുണ്ടോ? റോസ് സ്റ്റൂളിൽ ഇരുന്നുകൊണ്ട് തന്നെ ചോദിച്ചു. ഉണ്ടെങ്കിൽ അവൻ പുരി ഉയർത്തി ചോദിച്ചു. അവൻ്റെ നീളത്തിൽ നിൽക്കുമ്പോൾ ഇരിക്കുന്ന പെണ്ണിനെ കണ്ടപ്പോൾ ശരിക്കും അവന് ഒരു കൊച്ചുകുട്ടിയെ പോലെ തോന്നി. 5 അടി തികച്ചില്ലാത്ത പെണ്ണാണ് അവൾ. എങ്ങനെ കൊല്ലും? അവൾ ചോദിച്ചു. ഫ്രണ്ടിൽ നടിച്ചു ചതിച്ച നഴ്സിനെ ഡോക്ടർ ആസിഡ് ഒഴിച്ച് പ്രതികാരം വീട്ടി. എങ്ങനെയുണ്ട് ആ ന്യൂസ് ഹെഡ്ലൈൻ? അവൻ ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. തൻ്റെ പോക്കറ്റിൽ നിന്നും സാനിറ്റൈസർ എടുത്ത് കയ്യിൽ വീശാൻ നിന്നതും റോസ് പേടിച്ചുകൊണ്ട് അവനെ അരയിൽ പിടിച്ച് മുഖമടിപ്പിച്ചു. അവളുടെ മുഖം അവൻ്റെ പാൻറ്റിൻ്റെ സിബ്ഭാഗത്തിലായി അമർന്നതും അമീർ ഞെട്ടി പണ്ടാരടങ്ങി. എന്നെ ആസിഡ് ഒഴിച്ച് കൊല്ലല്ലേ അമ്മി? ഞാൻ മനഃപൂർവ്വമല്ല. ഞാൻ നിന്നെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. ഞാൻ ആരും ചതിച്ചിട്ടില്ല. കർത്താവാണ് സത്യം. അവൾ കരയാൻ തുടങ്ങി. അമീർ 2 നിമിഷം വേണ്ടി വന്നു അവൾ പറഞ്ഞത് മനസ്സിലാക്കാൻ. അവൻ ചിരി വരുന്നുണ്ട്. ഒപ്പം അവൾ മുഖം അമർത്തിയ തൻ്റെ സ്വകാര്യ ഭാഗത്തായതിൻ്റെ പരവേശം വേറെ. എടി, കരച്ചിൽ നിർത്തിക്കേ, അവൻ പറഞ്ഞു. എന്നെ കൊല്ലല്ലേ? അവൾ വീണ്ടും തേങ്ങാൻ തുടങ്ങി. എടി, നീ ആ മുഖം ഇങ്ങനെ ഇട്ട് ഉരസരുത്. എൻ്റെ അവസ്ഥ മനസ്സിലാക്കിപ്പോയില്ലേ? അവൻ പല്ല് കടിച്ച് കുറച്ച് ദേഷ്യത്തിൽ പറഞ്ഞപ്പോൾ അവൾ വേഗം മുഖം മാറ്റി. കരഞ്ഞ് കൺമശിയെല്ലാം പടർന്ന് ഇപ്പോൾ അവളെ കണ്ടാൽ പാണ്ടക്കുട്ടി പോലെയുണ്ട്. കൺമശി ഒലിച്ച് കവിളിലും കണ്ണിൻ്റെ താഴെയുമായി കവിളും മൂക്കും ചുവന്ന് വെള്ള സാരി ഉടുത്തിരിക്കുന്ന അവളെ കണ്ടാൽ ശരിക്കും കരടിക്കുട്ടി തന്നെ. അവന് ചിരി വന്നു. നിന്നെ ആസിഡ് ഒഴിച്ച് കൊല്ലുമെന്ന് ഞാൻ പറഞ്ഞുവെന്ന് അവൻ അലറി. ഇല്ല, പക്ഷെ പ്രതികാരം വീട്ടാൻ വന്നതല്ലേ, അവൾ മൂക്ക് തുടച്ചുകൊണ്ട് പറഞ്ഞു. നീയെ എഴുന്നേറ്റ് നിന്നെ കുനിഞ്ഞു നോക്കി എൻ്റെ കഴുത്തുളുക്കി, അവൻ പറഞ്ഞുകൊണ്ട് അവളെ പിടിച്ചു വലിച്ചു നിർത്തി. ഇപ്പോഴും പഴയ സ്വഭാവം തന്നെയാണല്ലേ? സീരിയലും സിനിമയൊക്കെ കണ്ട് ഞാനും നിന്നെ ആസിഡ് ഒഴിച്ച് പെട്രോൾ ഒഴിച്ച് കൊല്ലുമെന്ന് കരുതിയല്ലേ? അത്ര ബുദ്ധിയേ ഉള്ളൂ നിനക്ക്? നീ ശരിക്കും 32 വയസ്സുള്ള പെണ്ണാണോ? അതിൻ്റെ പക്വത ഇല്ലല്ലോ. എനിക്ക് ഭ്രാന്താണല്ലോ നിന്നോട് അങ്ങനെ പ്രതികാരം ചെയ്ത് ജയിലിൽ പോയി കിടക്കാൻ. അതിനാണല്ലോ ഞാൻ പഠിച്ച് ഡോക്ടറായത്, അമീർ പറഞ്ഞു. അപ്പോൾ എന്നോട് ദേഷ്യമില്ലേ? എന്നോട് പ്രതികാരം ചെയ്യുന്നില്ലേ? റോസ് ആവശ്യത്തോട് ചോദിച്ചു. ദേഷ്യമുണ്ട്, അതൊരിക്കലും മാറില്ല. പ്രതികാരം ചെയ്യേണ്ട സമയത്ത് ഞാൻ ചെയ്തോളാം. അതെന്തായാലും ഇങ്ങനെയല്ല. നിനക്ക് മറക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു പ്രതികാരം ഞാൻ ചെയ്യും, അമീർ പറഞ്ഞതും അവൾ വീണ്ടും വേദനയോടെ അവനെ നോക്കി. പക്ഷെ ഇപ്പോൾ അവളുടെ മനസ്സിലൊരു സമാധാനമുണ്ട്. അവനെന്തായാലും തന്നെ കൊല്ലില്ല.
എന്നെ വായി നോക്കി കഴിഞ്ഞുവെങ്കിൽ പോയി ഫുഡ് കഴിക്കാം, ഞാനും ഉണ്ട് നിന്റെ കൂടെ, അവൻ പറഞ്ഞു. സാർ, ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. മാത്രമല്ല ഡോക്ടേഴ്സ് ആരും നഴ്സുമാരുടെ കൂടെ ഫുഡ് കഴിക്കാറില്ല ഇവിടെ. അവർ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ കൂടെയാണ് കഴിക്കാറ്, അവൾ പറഞ്ഞു. ആണോ? അങ്ങനെ റൂൾസ് ഉണ്ടെങ്കിൽ ഞാൻ നിന്റെ കൂടെ തന്നെ. ക്യാൻറ്റീനിൽ പോയി എന്നെ കാത്തിരിക്കെ, അവൻ പറഞ്ഞുകൊണ്ട് വാതിൽ തുറന്ന് ബാത്റൂം ഭാഗത്തേക്ക് പോകാതിരുന്നതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു. ക്യാൻറ്റീൻ ഇങ്ങോട്ടാണ്, അവിടെ ബാത്റൂമാണ്. അങ്ങോട്ട് എന്തിനാ പോകുന്നത്? അവൾ നിഷ്കളങ്കയായി ചോദിച്ചു. എന്തൊക്കെ അറിയണം കുരുട്ടടക്കിയ നിനക്ക്? പോയി ഫുഡ് ഓർഡർ ചെയ്യടി എനിക്ക്. ഇത്രയും പറഞ്ഞ് അവൻ ബാത്റൂമിൽ പോയി. അവൾ അവനെ തന്നെ നോക്കി നിന്നു. ബാത്റൂം കയറിയതും അമീർ പൊട്ടിച്ചിരിച്ചു. അവളുടെ കരഞ്ഞുള്ള നിൽപ്പും തൻ്റെ പാൻറ്റിൽ പിടിച്ച് മുഖമൊരുത്തി കരഞ്ഞതോർത്ത് അവന് നാണം തോന്നി. വാഷ്റൂമിൽ കയറി ഫ്രഷായി തൻ്റെ ഉലഞ്ഞുപോയ പാൻറ് ഷർട്ട് നേരെയിട്ട് കണ്ണാടി നോക്കി മീശ പിരിച്ചു. വീണ്ടും അവളെ ഓർമ്മ വന്നതും അവൻ്റെ കവിളുകൾ പിങ്ക് നിറമായി. ഈ പെണ്ണ് എന്നെ വഴിതെറ്റിക്കും, അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഗൗരവത്തിൻ്റെ മുഖം മൂടി വീണ്ടും മണിഞ്ഞ് ക്യാൻറ്റീൻ ലക്ഷ്യമാക്കി നടന്നു. റോസ് ക്യാൻറ്റീനിൽ തൻ്റെ ലഞ്ച് ബോക്സ് എടുത്തുകൊണ്ട് ഇരിക്കുകയാണ്. ഒപ്പം അവൻ ഒരു നോർമൽ മീൽസ് കൂടി ക്യാൻറ്റീനിൽ നിന്നും വാങ്ങി. മുഖം മിനുക്കി ഫ്രഷായി അതേ ലുക്കിൽ തന്നെ അമീർ ക്യാൻറ്റീനിൽ വാതിൽ തുറന്നുള്ളിൽ കയറി. റോസിൻ്റെ അടുത്ത് കസാര വലിച്ചിട്ടിരുന്നവനെ എല്ലാവരും നോക്കി. റോസ് ചുറ്റുമുള്ളവരെ നോക്കി. മറ്റ് സ്റ്റാഫുകളെല്ലാം അസൂയയോടെ അവളെ നോക്കുന്നുണ്ട്. ഇനി ഇത് മതിയാവും, പുതിയ കഥയുണ്ടാക്കാൻ അവൾ സ്വയം മനസ്സിൽ പറഞ്ഞു. അപ്പോഴേക്കും HR ഡിപ്പാർട്ട്മെൻറ്റിലെ സതീഷ് സാർ അങ്ങോട്ടേക്ക് വന്നിരുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ സാർ, ലഞ്ച് ടൈമിനെ കുറിച്ച് ലേറ്റായി പോയല്ലോ. സതീഷ് അവരുടെ ഇടയിൽ വന്ന് സാധാരണ രീതിയിലുള്ള കുശലം ചോദിക്കാൻ തുടങ്ങി. ഇന്ന് കുറച്ച് കേസ് ഹിസ്റ്ററി നോക്കാനുണ്ടായിരുന്നു, അതിൻ്റെ തിരക്കിലായിരുന്നു. OPയിൽ ആള് കുറവാണ്, അതുകൊണ്ട് ടൈമിംഗ് തെറ്റിപ്പോയി, അമീർ മാന്യമായി തന്നെ മറുപടി പറഞ്ഞു. റോസ് സിസ്റ്റർ, പുതിയ ഡോക്ടർ എങ്ങനെയുണ്ട്? എല്ലാം സെറ്റല്ലേ? അയാൾ ചോദിച്ചു. സെറ്റാകാതിരിക്കാനുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല സതീഷ്. സിസ്റ്ററിന് എന്നെ മുന്നേ അറിയാം, അമീർ അവളുടെ കണ്ണുകൾ നോക്കി പറഞ്ഞപ്പോൾ റോസ് ഭയപ്പെട്ടു. താൻ അവനെ തേച്ച കഥയെങ്ങാനും ഇവനിപ്പോൾ തന്നെ ഇവിടെ പറയുമോ എന്നവൾ പേടിയോടെ നോക്കി. സംശയത്തോടെ രണ്ടുപേരെയും നോക്കുകയാണ് സതീഷ്. ഞങ്ങൾ പഴയ അയൽക്കാരായിരുന്നു. 10 വർഷം മുമ്പ് ഞാനും കോട്ടയത്തുണ്ടായിരുന്നു. ഇവരുടെ വീടിനടുത്തായിരുന്നു താമസിച്ചത്. പെട്ടെന്ന് കണ്ടപ്പോൾ രണ്ടാൾക്കും മനസ്സിലായില്ല. പിന്നെ സംസാരിച്ച് ഇടപെട്ട് വന്നപ്പോഴാണ് ഓർത്തത് ഞങ്ങൾ പഴയ കമ്പനിക്കാരായിരുന്നു എന്ന്. അമീർ അങ്ങനെ പറഞ്ഞുകൊണ്ട് അവളെ നോക്കി കണ്ണിറുക്കി. ഇത് കൊള്ളാലോ, വല്ലാത്ത ടിസ്റ്റ് തന്നെ. അപ്പോൾ പഴയ കളിക്കൂട്ടുകാരൻ ആണല്ലേ സിസ്റ്റർ കൂടെ ഡോക്ടറായിട്ടുള്ളത്? അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല രീതിയിൽ ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ടുപോകും, ചിരിച്ചുകൊണ്ട് പറഞ്ഞു സതീഷ്. തൻ്റെ മറ്റു സ്റ്റാഫ് അടുത്ത് പോയി സംസാരിക്കാൻ തുടങ്ങി. സതീഷ് അവിടെ പോയി പറയുന്നുണ്ടാവുക ഇവരുടെ കാര്യം തന്നെയാവെന്ന് ഇവർക്കറിയാം. ഇവരെ നോക്കിക്കൊണ്ട് കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്നതെല്ലാം അമീറും റോസും വ്യക്തമായി കണ്ടു. പക്ഷെ അതൊന്നും അമീറിനൊരു കുറ്റവും കുഴപ്പവും തോന്നിയില്ല. പക്ഷെ റോസിനെന്തോ ഒരു അൺകംഫർട്ടബിൾ തോന്നി. എന്തിനാണ് അമീർ തൻ്റെ പരിചയത്തിലുള്ള ആളായെന്ന് ഇവിടെ അറിയിക്കുന്നത്? അതുകൊണ്ടിനി ഭാവിയിൽ പ്രശ്നം ഉണ്ടാവുമോ? അവളുടെ ഓവർ തിങ്ക് മൈൻഡ് പല രീതിയിൽ സഞ്ചരിച്ചു. അങ്ങനെ റോസ് അമീറും പഴയ സുഹൃത്തുക്കളാണെന്നും അയൽവാസികളാണെന്നും ഒറ്റ നിമിഷം കൊണ്ട് അവിടെ മൊത്തം പരന്നു.